പ്രിന്റുവിന് പറയാനുള്ളത് പറയാം. നമ്മൾ തൊഴിലില്ലായ്മയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയതിനെക്കുറിച്ചും അങ്ങ് പറഞ്ഞ റോസ്കർ യോജനയെക്കുറിച്ചുമായിരുന്നു നമ്മൾ സംസാരിച്ചത്. അതിനുള്ള മറുപടി. ഞാൻ പറയുന്നത്, ഒന്ന്, അഴിമതി ആരോപണം ഇല്ലാത്ത 10 രൂപയുടെ അഴിമതി ആരോപണമില്ലാത്ത ഒരു സർക്കാർ, പദ്ധതികൾ നേരിട്ട് ഇടനിലക്കാരില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സർക്കാർ, അവശ്യ ജനവിഭാഗങ്ങളുടെ കണ്ണീരൊപ്പുന്ന സർക്കാർ. ഈ സർക്കാരിനെ കുറിച്ച് ഏതൊക്കെ രീതിയിലും ഇപ്പോൾ നേരത്തെ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലൊക്കെ ഒന്ന് പോയി നോക്കുക. അവിടെ ഒരു യാത്ര നടക്കുന്നുണ്ട് സാർ, വികസിത സങ്കല്പ് യാത്ര എന്നാണ് അതിന്റെ പേര്. പഞ്ചായത്ത് പ്രസിഡന്റും എം പിമാരും ഒക്കെ കേന്ദ്ര മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അദ്ദേഹം കേവലം ഈ ചാനൽ ചർച്ചകളിലും ഈ പുസ്തകങ്ങളിലും മാത്രം ജീവിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടം കിട്ടിയ ആയിരക്കണക്കിന് ജനങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ കേരളത്തിൽ ഉറച്ചു ഞാൻ പറയുന്നു, മോഡി സർക്കാരിന്റെ 5 ക്ഷേമ കാര്യങ്ങൾ ലഭിക്കാത്ത ഒരു വീട് പോലും ഈ കേരളത്തില്ല സാർ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ അടിസ്ഥാനരഹിതമായിട്ട് ഈ രാജ്യം വികസിക്കുന്ന സമയത്ത് 2 ആംഗിളിലാണ് എടുക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് അടിസ്ഥാനരഹിതമായ ആരോപണവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് സൂചിക, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ കാര്യം പറയുക. സത്യസന്ധമായിട്ട് ഈ രാജ്യം വികസിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 2047 വികസിത ഭാരതം എന്ന് പറയുന്ന വികസിത ഭാരതത്തിലേക്ക് പോകാനുള്ള ആദ്യത്തെ ചുവടുവെപ്പായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമം ഉയർന്നു. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ 10 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക ശക്തിയായി 10 വർഷം കൊണ്ട് 10ാം സ്ഥാനത്തിൽ നിന്ന് 5ാം സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. You are watching Reporter Evening Show.